ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അർഷിതിനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ന്യൂസിലൊക്കെ വരുന്നുണ്ട്. അർഷിത 1.5 വയസ്സുകാരൻ. ആ കുട്ടി മരിച്ചുപോയി ഗൈസ്. അതിനെ ദാരുണമായി കൊന്നുകളഞ്ഞു. എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയാൻ പാടില്ല. സ്വന്തം അച്ഛനും അമ്മയാണ് ഈ ക്രൂര പീഡനത്തിന് കാരണം, അല്ലെങ്കിൽ അവൻ്റെ മരണത്തിന് കാരണമെന്ന് ആലോചിക്കുമ്പം തന്നെ എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം എനിക്കറിയില്ല ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത്, കേരളത്തിലെ ജനങ്ങൾ എന്താ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി ബിൽഡ് ചെയ്ത് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ബാത്റൂമിൻ്റെ ജനലിൽ കൂടെ എറിഞ്ഞു കളഞ്ഞത്. അന്ന് അവിടെ കല്ലോ എന്തെങ്കിലും ഉണ്ടായിരുന്ന ആ കുട്ടി മരിച്ചു പോകുമായിരുന്നു. ഭാഗ്യത്തിനാണ് അത് രക്ഷപ്പെട്ടത്. ഈ നോക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് ഗൈസ്. എനിക്കറിയാൻ പാടില്ല. ഇത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ന്യൂസാണ് ആക്ച്വലി പുറത്തോട്ട് വരുന്നത്. അമ്മ രണ്ടാനച്ഛനും കൂടെ 1.5 വയസ്സുള്ള ഒരു കുട്ടീനെ കൊന്നു കളയുക. ആരും ഇതിനെപ്പറ്റി ചിന്തിച്ചു പോലും ഇല്ല. അതാണ് 2 ആഴ്ച മുന്നേ അല്ലെങ്കിൽ കുറച്ച് നാൾ മുന്നേ ഈ കുട്ടീൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 2 കയ്യിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട്. പക്ഷെ അന്ന് നമുക്കതൊക്കെ ഒരു കണ്ടന്റ് ആയിരുന്നു, ഒരു ഫൺ വീഡിയോ ആയിരുന്നു. പക്ഷെ അന്ന് ആരും ചിന്തിച്ചില്ല ഒരു സൈക്കിളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഒരു കുട്ടീൻ്റെ 2 കൈ ഓടിയോന്ന്. ആ കുട്ടീൻ്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്കൊന്നും മനസ്സിലായില്ല. ഇത്ര പേടിച്ച് വരണ്ടാണ് ആ കുട്ടി ഇരുന്നേന്ന് നമുക്ക് മനസ്സിലായില്ല. അവിടെ നമ്മൾ ഓമനത്വമാണ് ശ്രദ്ധിച്ചത്. പക്ഷെ ഇന്നിപ്പം ആരോ വീഡിയോ പറയുന്നത് കേട്ടോ, അന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇന്നിപ്പോൾ ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ആ കുട്ടീൻ്റെ മുഖത്തെ ആ പേടി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്ന്. അതുപോലെ എത്ര കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ടായിരിക്കും ഇന്ന് ആ കുട്ടി നമ്മളെ കൂടെ ഇല്ലാണ്ടായതല്ലേ. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നാട്ടുകാരോ ആരെങ്കിലും ഒരു പോയിന്റ് ചോദിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ആ കുട്ടി അവിടെ ജീവനോടെ ഉണ്ടായേനെ, രക്ഷിച്ചെടുക്കായിരുന്നു അല്ലേ. വളരെ വളരെ പരിതാപകരമായ രീതിയിൽ കൂടെയാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല, ഇതിനെയും നിയമ നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, തെളിവുകളൊക്കെ എടുക്കുന്നുണ്ട്. ഇവരൊക്കെ ഈസിയായിട്ട് ഊരിപ്പോരും ഗൈസ്. ശ്രദ്ധിക്കുക, നാളെ ഇങ്ങനെ ഒരു കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. കുഞ്ഞുമക്കളാണ് നാളേക്കുള്ള പ്രതീക്ഷ. എന്നെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ, ഒരു അസ്വാഭാവികത തോന്നുവാണെങ്കിൽ പോയി ചോദിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യണമല്ലോ. അറ്റ്ലീസ്റ്റ് വി ക്യാൻ ഡു ദാറ്റ്, റൈറ്റ്? അത്രേ ഉള്ളൂ ഗൈസ്. എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഭയങ്കര അറിയില്ല ഗൈസ്. അത്രേ ഉള്ളൂ. താങ്ക് യു.